സർക്കാർ ആശുപത്രികളിലേക്കുള്ള സർജിക്കൽ ഉപകരണങ്ങളും മരുന്നും വിതരണം ചെയ്യാൻ ആലോചിച്ച് HLL കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. 44 കോടി 60 ലക്ഷം രൂപയിലധികമാണ് ആരോഗ്യവകുപ്പ് HLLന് നൽകാനുള്ളത്. 44 കോടി 60 ലക്ഷം. അത്യാഹിത വിഭാഗത്തിലെ ചികിത്സ, മെഡിസെപ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇങ്ങനെ വിവിധ പദ്ധതികളിലെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാത്രം മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്ത വകയിൽ HLLന് കിട്ടാനുള്ളത് 29 കോടി 65 ലക്ഷത്തി 62,453 രൂപ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് 3 കോടി 91 ലക്ഷത്തി 52,892 രൂപ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നൽകാനുള്ളത് 1 കോടി 88 ലക്ഷത്തി 68,281 രൂപ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയാകട്ടെ 4 കോടി 45 ലക്ഷത്തി 99,771 രൂപയും. കണ്ണൂർ ജില്ലാ ആശുപത്രി 4 കോടി 68 ലക്ഷത്തി 83,664 രൂപയും HLLന് നൽകാനുണ്ട്. കൃത്യമായ കണക്ക് ആശുപത്രി അധികൃതർക്ക് HLL നൽകുന്നുമുണ്ട്. പക്ഷേ മറുപടിയില്ല. 2018 മുതലുള്ള കുടിശ്ശികയും പലയിടങ്ങളിലുമുണ്ട്. കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ HLLന്റെ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിച്ചു തുടങ്ങി. ഈ ഘട്ടത്തിലാണ് വിതരണം നിർത്തിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ HLL തീരുമാനിച്ചത്. കാരുണ്യ ഫാർമസി വഴി ലഭിക്കാത്ത പല ഉപകരണങ്ങളും മരുന്നുകളും HLL വഴിയാണ് കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാക്കിയിരുന്നത്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കായതുകൊണ്ട് തന്നെ ആശ്വാസകരവുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നുണ്ട്. ധനവകുപ്പ് കനിഞ്ഞാലേ പണം നൽകാനാകൂ എന്ന് പറയുമ്പോഴും അത് എപ്പോൾ എന്നതിൽ വ്യക്തതയില്ല. ഈ ബാധ്യതകൾ തീർക്കാനായില്ലെങ്കിൽ സാധാരണക്കാരുടെ ചികിത്സയാണ് മുടങ്ങുന്നത്. അവർക്ക് അർഹതപ്പെട്ട ചികിത്സ മുടങ്ങുന്നതിന് സർക്കാർ ഉത്തരവാദിത്വം കൂടി പറയേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. PR പ്രവീണ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികളിൽ സർജറിയൊക്കെ മുടങ്ങുമോ? എന്താണ് അവസ്ഥ? സർജറിയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന രോഗികളുണ്ട്. അടുത്ത മാസമൊക്കെ സർജറി ചെയ്യാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവുമോ? അരുൺ, ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ആരോഗ്യ വകുപ്പിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ശസ്ത്രക്രിയ പോലും സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതി വഴിയാണ് ചെയ്യുന്നതെങ്കിൽ, അത് മെഡിസെപ്പ് ആയിക്കോട്ടെ, ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയിക്കോട്ടെ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇൻഷുറൻസ് സ്കീം ആയിക്കോട്ടെ, അങ്ങനെ ഏത് പദ്ധതിയിലായാലും എത്തിയാൽ നിലവിൽ കാരുണ്യ സ്റ്റോറുകൾ വഴി പലതും കിട്ടാനില്ല. കാരണം കാരുണ്യ സ്റ്റോറുകൾ പലതും വലിയ കടക്കണിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ HLL മാത്രമായിരുന്നു ഒരു ആശ്രയം. മുടക്കമില്ലാതെ നൽകിയിരുന്നതും അവരാണ്. അവർക്ക് ഈ 44 കോടി എന്ന് പറയുമ്പോൾ 2018 മുതലുള്ള കുടിശ്ശികയുണ്ട്. അവരുടെ സ്റ്റാഫുകൾക്കടക്കമുള്ള വേതനം കൊടുക്കുന്നതിനടക്കമുള്ള പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടു എന്നാണ് HLLുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കണക്കിന് മുന്നോട്ട് പോകാനാകില്ല. ഈ സാഹചര്യത്തിൽ പണം നൽകിയാൽ മാത്രം ഇനി വിതരണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പലവട്ടം ആശുപത്രികൾ തമ്മിൽ ബന്ധപ്പെട്ടു, അത് കഴിഞ്ഞ് സർക്കാർ ലെവലിൽ ബന്ധപ്പെട്ടു. പക്ഷേ ഇതിന് കൃത്യമായ മറുപടിയില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും മുൻഗണനാക്രമം നൽകി ഇതിൽ കുറച്ചെങ്കിലും പണം കൊട്ടുതീർക്കാനായില്ലെങ്കിൽ HLLന്റെ പ്രവർത്തനങ്ങളെ പോലും അത് സാരമായി ബാധിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പൊതുവിപണിയിൽ നിന്ന് എന്തായാലും ഈ ലോക്കൽ പർച്ചേസ് വഴി മരുന്ന് വാങ്ങുന്നതിനും വലിയ കടം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവർ മരുന്ന് വിതരണം ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്റ്റെന്റ് വിതരണവും ഏതാണ്ട് ഇതേ അവസ്ഥയിൽ പകുതി വഴിയിൽ നിൽക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മറ്റ് സർജിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ മരുന്ന് ഉൾപ്പെടെയുള്ളവയുടെയും വിതരണം നിലയ്ക്ക്, മാത്രമല്ല ലാബിന്റെ പ്രവർത്തനങ്ങൾ, സർക്കാർ ലാബിലേക്ക് വിടുന്ന HLLിലേക്ക് വിടുന്ന ലാബിന്റെ പ്രവർത്തനങ്ങളെ അടക്കം ഇത് ബാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്.